ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രഭു ഹരേ തന്നെ ഹരേ കൃഷ്ണ. പാടാൻ പ്രഭുവിന് പറ്റുമെങ്കിൽ പ്രഭു പാടണം, ഇതിൽ വേറെ ആരെങ്കിലും. ഞാൻ പതുക്കെ പാടി നോക്കാം പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദനന്ദന പ്രജന രഞ്ജന. ജയ യശോദാനന്ദന പ്രജന രഞ്ജന. യമുനാ തീരാവനചാരി യമുനാ തീരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ്. ജയ ഗുരുദേവ് ജയ ഗുരുദേവ്. ജയ രാധ മാധവ് ജയ രാധ മാധവ്. ജയ രാധ മാധവ്. ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ്. ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം ഭാഗവതം, ശ്രീമദ് ഭാഗവതം 1:19. വയം തൂ ന വിദുർഭ്യാമ ഉത്തമശ്ലോക വിക്രമേ. വയം തൂ ന വിദുർഭ്യാമ ഉത്തമശ്ലോക വിക്രമേ. യത് ശൃണ്വതാം രസജ്ഞാനം സാധു സാധു പദേ പദേ. യത് ശൃണ്വതാം രസജ്ഞാനം സാധു സാധു പദേ പദേ. വയം തൂ ന വിദുർഭ്യാമ ഉത്തമശ്ലോക വിക്രമേ. യത് ശൃണ്വതാം രസജ്ഞാനം സാധു സാധു പദേ പദേ. ഹരേ കൃഷ്ണ. പ്രഭു ശരിക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു. ശരി പ്രഭുജി, താങ്ക് യു. നന്നായി കേൾക്കാം, നന്നായി കേൾക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഇതിന്റെ ഇനിയും ഓരോ വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. വാക്കുകളുടെ വയം ഞങ്ങൾ, തു എന്നാൽ, ന ഇല്ല, വിദർപ്യാമ വിശ്രമാവസ്ഥയിലായിത്തീരും, ഉത്തമ ശ്ലോക അതീന്ദ്രിയ പ്രാർത്ഥനകളാൽ പ്രകീർത്തിക്കപ്പെടുന്നു. ഉത്തമ ശ്ലോക അതീന്ദ്രിയ പ്രാർത്ഥനകളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദൈവോത്തമ പുരുഷൻ. വിക്രമേ വീരസാഹസ കൃത്യങ്ങൾ. യത് അതൊക്കെ. ശ്രവണം നിരന്തര ശ്രവണത്തിലൂടെ. രസ രസികത്വം. ജ്ഞാന നിപുണരായവർ. സ്വാദ രുചി ആസ്വദിക്കുന്നു. സ്വാദിഷ്ടം പദേ പദേ ഓരോ പദത്തിലും. ശീല പ്രഭുപാദ് ജി കി ജയ്. വിവർത്തന അവർ ഭാവാർത്ഥം. ആരം മ്യൂട്ട് ചെയ്യാനുണ്ട്. വിവർത്തനം സ്തോത്രങ്ങളാലും പ്രാർത്ഥനകളാലും പ്രകീർത്തിക്കപ്പെടുന്ന
പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകൾ ശ്രവിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാകുന്നില്ല. ഭഗവാനുമായി അതീന്ദ്രിയ ബന്ധങ്ങളുടെ രസം വളർത്തിയെടുത്തവർ ഭഗവാന്റെ അതീന്ദ്രിയ ലീലാശ്രവണം അനുനിമിഷവും ആസ്വദിക്കുന്നു. ഭാവാർത്ഥം: ഐഹിക കഥകളും കൽപ്പിത കഥകളും ചരിത്രങ്ങളും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. സമസ്ത പ്രപഞ്ച ചരിത്രങ്ങളിലും ഭഗവത് അവതാര ലീലകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്നു. രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എന്നിവയെല്ലാം ഭഗവത് അവതാര ലീലകളെ സംബന്ധിച്ച പൂർവയുഗ ചരിത്രങ്ങളാകുന്നു. ആകയാൽ ആവർത്തന പാരായണത്തിന് ശേഷവും അവ നവമായി അനുഭവപ്പെടുന്നു. ഉദാഹരണമായി ഭഗവത്ഗീത അഥവാ ശ്രീമദ് ഭാഗവതം ജീവിതത്തിൽ ഉടനീളം പാരായണം ചെയ്യുന്ന ഒരാൾക്ക് നവജ്ഞാന പ്രകാശം അവയിൽ ദർശിക്കുവാൻ സാധ്യമാകും. ആത്മാവ് ചലനാത്മകവും ഭൗതിക വസ്തു നിശ്ചലവുമാണെന്നതുപോലെ വർത്തമാനങ്ങൾ ജടിലവും ആത്മീയ വൃത്താന്തങ്ങൾ ജീവസുറ്റവയും ആണ്. അതീന്ദ്രിയ ശ്രദ്ധാവിശേഷ ശ്രവണത്തിന് സവിശേഷ വ്യഗ്രത വളർത്തിയെടുത്ത ഒരാൾ ആ കഥാഖ്യാന ശ്രവണങ്ങളാൽ ഒരിക്കലും മുഷിയുന്നില്ല. ഒരാൾ ലൗകിക പ്രവൃത്തികളാൽ ശീഘ്രമായി തൃപ്തനാകുന്നു. എന്നാൽ അതീന്ദ്രിയ അഥവാ ഭക്തിയുത കർമ്മത്തിൽ യാതൊരാൾക്കും മടുപ്പുളവാകുന്നില്ല. ഉത്തമ ശ്ലോകം അർത്ഥമാക്കുന്നത് അജ്ഞതയെ വിവക്ഷിക്കാത്ത സാഹിത്യത്തെയാണ്. ഭൗതിക സാഹിത്യം തമോ ഗുണത്തിൽ അഥവാ അജ്ഞതയിൽ അധിഷ്ഠിതമാണ്. അതേസമയം ആത്മീയ സാഹിത്യം തമോ ഗുണത്തിന് ഉപരിയാണെന്ന് മാത്രമല്ല, അതിൻ്റെ ദീപ്തി അഭ്യാസ വികാസത്തോടൊപ്പവും അതീന്ദ്രിയ ശ്രദ്ധാവിഷയ സാക്ഷാത്കാരത്തോടൊപ്പവും അതീവ ഭാസുരമാകുന്നു. മുക്താത്മാക്കൾ എന്നറിയപ്പെടുന്നവർ അഹം ബ്രഹ്മാസ്മി എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ഒരിക്കലും പൂർണ്ണ തൃപ്തരാകുന്നില്ല. അവണ്ണമുള്ള കൃത്രിമ ബ്രഹ്മസാക്ഷാത്കാരം ബഹുമുക്തമായി തീരുകയാൽ യഥാർത്ഥ ആനന്ദം ആസ്വദിക്കുവാൻ അവർ ശ്രീമദ് ഭാഗവതാഖ്യാന വർണ്ണനകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അത്രത്തോളം ഭാഗ്യവാന്മാരല്ലാത്തവർ പരോപകാരത്തിലും ലോകോപകാര പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. മായാവാദ ദർശനം ഭൗതികവും ഭഗവത്ഗീത ശ്രീമദ് ഭാഗവത ദർശനങ്ങൾ പരമാർത്ഥത്തിൽ അതീന്ദ്രിയവുമാണ്. ഇതർത്ഥമാക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ലീലകൾ ആകർഷ്ടരാകുന്നവർക്ക് ഭഗവാനുമായി അതീന്ദ്രിയ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവർക്ക് ഭഗവാന്റെ ഇതേമാതിരിയുള്ള ലീലകൾ ശ്രവിക്കുന്നതിൽ അവര് തൽപരരാണെന്നുള്ളതാണ്. അപ്പൊ അതിന് തൽപരരാവണമെങ്കിൽ ഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകൂ. സാധാരണക്കാർക്ക് ഇങ്ങനെ ഈ ഭഗവാന്റെ ലീലകളെ പറ്റി ശ്രദ്ധിക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടാകില്ല. അതിന് നമ്മൾ ഭഗവാന്റെ ഭക്തി വളർത്തിയെടുക്കണം. അത് ഭാഗവാർത്ഥത്തിൽ പറയുന്നത് ഭഗവാന്റെ ചരിത്രം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളായ രാമായണവും അതുപോലെ തന്നെ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ ഗുണങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാർ എഴുതി ഉണ്ടാക്കുന്ന കാൽപ്പനിക കഥകളുടെ അടങ്ങിയിട്ടുള്ള കഥകളെ പറ്റി കുറിക്കുന്ന ആ ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർജി വിവരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവത്ഗീതയോ ഭാഗവതോ അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഒരിക്കലും അതിൽ മടുപ്പുണ്ടാകുന്നില്ല. അത് പഠിക്കുന്തോറും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഈ നമ്മുടെ ഈ
ഭൗതികമായ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ആവർത്തി വായിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനോട് മടുപ്പ് തോന്നും, അല്ലെങ്കിൽ അത് ശരിയായ ദിശയിലേക്കല്ല പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിലും ഭൗതിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അഴിഞ്ഞു നടക്കുന്നുണ്ട്. അതൊക്കെ താൽക്കാലികമാണെന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ നമുക്ക് യഥാർത്ഥ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് സേവനം. ഭഗവത് സേവനത്തിന് വേണ്ടി ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. എപ്പോഴും ഭഗവാന്റെ ദാസനായി ഇരിക്കണം. അതിന് നമ്മുടെ ഭക്തി വളർത്തിയെടുക്കണം. ഭക്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഗുരുവായ ശ്രീകൃഷ്ണൻ തന്നെ ചൈതന്യപ്രഭുവായി അവതരിച്ചിട്ടുള്ള അദ്ദേഹം നമുക്ക് വേണ്ടുന്ന മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്തി മാർഗത്തിൽ ഉയരുക എന്നുള്ളതാണ്. അങ്ങനെ ഭക്തിയിൽ സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ പുണ്യ ലീലകളെ പറ്റിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതേമാതിരിയുള്ള പുണ്യ ഗ്രന്ഥങ്ങൾ പഠിക്കാനുമുള്ള താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനില് അതീന്ദ്രിയമായിട്ടുള്ള ആ ബന്ധം പുലർത്തണം. ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുക. നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഭഗവാനായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിക്കുകയും സാക്ഷാൽ കൃഷ്ണനായ ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിക്കുകയും അദ്ദേഹം അതിനു വേണ്ടുന്ന മാർഗങ്ങൾ ഈ ബദ്ധാത്മാക്കൾക്ക്, അതായത് ഈ സാധാരണ ജീവികൾക്ക് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് നമുക്ക് ആ അദ്ദേഹത്തിന്റെ ആ പാദങ്ങൾ തുടർന്നുകൊണ്ട് നമുക്ക് ഭക്തിയിൽ ഉണരണം. ഭക്തിയിൽ ഉണർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ പറ്റിയുള്ള കാര്യം മനസ്സിലാക്കണമെന്ന് നമുക്ക് ചിന്ത വരും. അങ്ങനെ ഭക്തി മാർഗത്തിന് ഉയരാൻ വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള മാർഗമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രമല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനായിട്ട് നിർവചിക്കുന്നില്ല. ഏറ്റവും നല്ല മാർഗം നാമസങ്കീർത്തനമാണ്. അങ്ങനെ നാമസങ്കീർത്തനത്തിൽ കൂടെ നമ്മളെ ഭക്തി വളർത്തിയെടുക്കുക. ഈ നാമസങ്കീർത്തനെ കുറിച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞുകൂടിയിരിക്കുന്ന ആ ദുഷ്ട ചിന്തകളൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ നേർവഴിക്ക് ഭഗവാനുമായി ബന്ധപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ്. അങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഈ ഭക്തിയുടെ ബീജം അങ്കുരിക്കപ്പെടുന്നു. അങ്ങനെ അങ്കുരിക്കപ്പെടുന്ന ആ ബീജത്തെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് വളർത്തിയെടുക്കുന്നതിന് ഒരു വള്ളിച്ചെടിയോടാണ് നമ്മുടെ ഭക്തിയെ പറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭക്തിക്ക് വേണ്ട വിധത്തിലുള്ള പരിചരണവും, അല്ലെങ്കിൽ ആ ചെടിക്ക് വേണ്ട വിധത്തിലുള്ള പരിചരണവും എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭക്തി വളർത്തിയെടുക്കാൻ പറ്റൂ. അതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗുരുവുമായി സമീപിക്കണം. അങ്ങനെ ഒരു ആത്മീയ ഗുരുവിനെ നമുക്ക് കിട്ടുമെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഭക്തി ബീജത്തെ വളർത്തിയെടുക്കാൻ സാധിക്കൂ. അതാണ് നമുക്ക് വേണ്ടുന്ന ലക്ഷ്യം. നമ്മുടെ ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇതൊക്കെ പഠിക്കുന്നതിന്റെ കാരണം തന്നെ നമുക്ക് ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കാനാണ്. ആ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ പുണ്യഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗവതം തന്നെയാണ്. ആ ഭാഗവതത്തിന്റെ തുടർച്ചയായിട്ടുള്ള ശ്രവണത്തിലെ ആ പഠനത്തിലും കൂടി മാത്രമേ നമുക്ക് ഈ ഭക്തി ബീജത്തെ വളർത്തിയെടുക്കാൻ പറ്റൂ. അതിന് അത്യാവശ്യമായിട്ട് നമുക്കൊരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ ഗുരു നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് വേണം ഒരു ഭക്തൻ ഉയർന്നുകൊണ്ടിരിക്കേണ്ടത്. ഈ ഗുരു എന്ന് പറയുന്നത് സാധാരണ എല്ലാവരെയും അങ്ങനെ ഗുരുവായിട്ട് ആരും കണക്കാക്കുന്നില്ല. ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതും നമ്മുടെ പരമ്പരാഗതമായി വരുന്നതുമായ സ്വാമിമാര്, ഗോസ്വാമിമാര് ആണ് ഈ ഗുരുവായിട്ട് നമുക്ക് കിട്ടുന്നതും. നമ്മുടെ
ഭക്തി വളരും തോറും അങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടും. ആ ഗുരുവിന്റെ നിർദ്ദേശത്തിലാണ് നമുക്ക് ഭക്തി വളർത്തിയെടുക്കേണ്ടത്. സാധാരണ ഭക്തനെ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുകയാണ് ഗുരുവിന്റെ കർത്തവ്യം. ഭൗതിക പരിഗണനകളിലെല്ലാം മാറ്റിവെച്ച് ഭഗവാനിൽ ആത്മാർപ്പണം നടത്തിയ മഹാത്മാവായിരിക്കണം ഗുരു. ഗുരുവിന്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. കാരണം ഈ കലിയുഗത്തിൽ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് ഭാവിച്ച് നടക്കുന്ന പല പല ആൾക്കാരുണ്ട്, പല വിധത്തിലുള്ള ആൾക്കാർ. നമുക്ക് അവരൊന്നും ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഗുരുവിന് വേണ്ടുന്ന ചില ഗുണഗണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേമാതിരിയുള്ള ഗുരുവായിരിക്കണം. അപ്പൊ അതിനകത്ത് പറയുന്നത് ആത്മാർപ്പണം നടത്തിയ, അതായത് ഭഗവാന് വേണ്ടി ആത്മാർപ്പണം നടത്തിയിട്ടുള്ള മഹാന്മാരായിരിക്കണം ഗുരു. ആത്മീയമായ പരമാനന്ദത്തിലേക്ക് ശിഷ്യന്മാരെ നയിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ് ഗുരു. അപ്പൊ ആ ഗുരുവിനെ നമ്മൾ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് തന്നെ തീരുമാനിക്കുകയും വേണം, വിശ്വസിക്കുകയും വേണം. അപ്പൊ ഗുരുവിനെ ഏതു വിധത്തിൽ ആ ഗുരുവിൽ നിന്ന് എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാവോ അതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ പരിചരണത്തിൽ കൂടിയും അദ്ദേഹത്തിനെ അനുസരിക്കുന്നതിൽ കൂടിയും അദ്ദേഹത്തിന് നമ്മൾ അർപ്പിക്കുന്ന ബഹുമാനങ്ങളോട് കൂടിയും വേണം നമുക്ക് ആ ഗുരുവിൽ നിന്നും നമ്മുടെ ഭഗവാൻ ധാമത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി നമുക്കെല്ലാം നേടിയെടുക്കേണ്ടത്. അതിനാൽ ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പ്രതിനിധിയായി കരുതി തന്നെ വേണം നമ്മൾ അദ്ദേഹത്തോട് പെരുമാറേണ്ടത്. അദ്ദേഹത്തിന്റെ അനുസരണയോടുകൂടി നമ്മൾ സേവിക്കുകയാണെങ്കിൽ പല പല കാര്യങ്ങളും നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭക്തി വളർത്തിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരും. അപ്പൊ ഗുരുവിന്റെ ഗുണങ്ങളെ പറ്റി നമ്മുടെ ഭക്തി രസാമൃത സിന്ധുവിലും അതുപോലെ തന്നെ പല പല എല്ലാ പുസ്തകങ്ങളിലും അദ്ദേഹത്തെ വിവരിച്ചിട്ടുണ്ട്. ഒരു ഗുരു എങ്ങനെയായിരിക്കണം, ശിഷ്യൻ എങ്ങനെയായിരിക്കണം, ഭാഗവതത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തിൽ നമ്മളോട് വിവരിക്കുന്നത് എങ്ങനെ നമ്മള് ഭഗവാന്റെ ഭഗവാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ തരപ്പെടുത്താം, അതുപോലെ തന്നെ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ പല കാര്യങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാനോടുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കാവുന്നത്. നിരന്തരമായ ഭക്തിയുത സേവനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ പറ്റൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം, ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നിരതമാക്കുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി അംബരീഷ മഹാരാജനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് നിരതരാക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനം, അതാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ നിരതമാക്കുക. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഉപയോഗിക്കുക, മൂക്ക് ഭഗവാനെ അവതരിപ്പിച്ച പുഷ്പങ്ങളുടെ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾ ഭഗവാന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അമ്പലങ്ങളിൽ പോവുക, അമ്പലങ്ങളിൽ പോയിട്ട് സേവ ചെയ്യുക, വിളക്ക് കത്തിക്കുക, പുഷ്പങ്ങൾ അർപ്പിക്കുക, അങ്ങനെ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും, അമ്പലം വൃത്തിയാക്കുക, ഇതൊക്കെ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നാവില്, മനുഷ്യന്റെ നാവ് ഏറ്റവും പ്രധാനമായ ഒരു അവയവമാണ്. അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ഭഗവത് പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളെ നമ്മുടെ ഈ നാവ് കൊണ്ട് ഉച്ചരിക്കാവൂ. അല്ലാതെ മറ്റുള്ള സാധാരണക്കാരുടെ മാതിരി എല്ലാ വിഷയങ്ങളിലും പങ്കെടുക്കുകയും അധികമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. ഭഗവാൻ നാമം ഉച്ചരിക്കുക, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം തുടങ്ങിയ പുസ്തകങ്ങൾ പഠിക്കുക, ഇതൊക്കെയാണ് നാവിന്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഭക്തി വളരുന്നതിനുള്ള മാർഗമാണ് ഭഗവത് പ്രസാദം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടെല്ലാം ചെയ്യേണ്ടത്. നടന്ന് അമ്പലങ്ങൾ തോറും പോയി ഭഗവാനെ ദർശിക്കുക. അതാണ് നമ്മുടെ കാലുകൊണ്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ. ഏതമ്പല പുണ്യ
സ്ഥലങ്ങൾ സന്ദർശിക്കുക, ഏതെല്ലാം അമ്പലങ്ങളുണ്ടോ അവിടെയൊക്കെ പോയി അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക. ഈ ഭഗവത് ഭക്തിപര സേവനം കൊണ്ട് നമ്മൾ ശുദ്ധരായി തീരുകയും നമ്മുടെ ഭക്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഈ ഭഗവത് ഭക്തിപര സേവനം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടായിട്ടുള്ള സകല പാപങ്ങളും നമ്മളെ മുൻജന്മങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പഴയ നമ്മുടെ പൂർവ്വജന്മങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരുന്ന പാപങ്ങൾ പൂർവ്വജന്മങ്ങളുടെ കർമ്മഫലമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ആ പാപങ്ങളിൽ ഒക്കെ ശാന്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഭഗവത് ഭക്തിയുത സേവനത്തോടു കൂടി. ആ ഭഗവത് ഭക്തിയുത സേവനം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണാവബോധം നമുക്ക് ഉണ്ടാകുന്നു. ആ കൃഷ്ണബോധമുള്ള വ്യക്തി നാമസങ്കീർത്തനം, ഭാഗവത പാരായണം, ഭഗവത്ഗീത പഠനം തുടങ്ങി അനുഷ്ഠാനങ്ങൾ എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭക്തി ലതയുടെ ബീജം അവിടെ ഇട്ടത്, അവിടെ നട്ടത്, അല്ലെ വിതച്ചത്, അത് കിളിർക്കാനും അത് വളരാനും പടർന്ന് പന്തലിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ഈ ലോകത്തിന്റെ അതിർത്തി കടന്ന് ഭഗവത് ധാമിൽ എത്താനും സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതല്ലെങ്കിലും അതിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ മുമ്പുണ്ടായിരുന്ന ലീലകളെ പറ്റി ശ്രദ്ധിക്കാനുള്ള അവസരം നമുക്കുണ്ടാകണം. അത് ഭാഗവതം ഇങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭഗവത് ഭക്തിയുക്ത സേവനം ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. 6 തരത്തിലുള്ള ഗുണങ്ങൾ ഈ ഭഗവതിക നമ്മുടെ ഭക്തിയുത സേവനം കൊണ്ട് ശ്രദ്ധിക്കുമെന്നാണ് നമ്മുടെ ഈ ഭക്തിരഥാമൃത സിന്ധുവിൽ രൂപഗോസ്വാമി പറഞ്ഞിട്ടുള്ളത്. അത് ഞാനൊന്ന് വായിക്കാൻ വന്ന്, ശുദ്ധമായ ഭക്തി സേവനം എല്ലാ തരത്തിലുമുള്ള ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഉടൻ മോചനം നൽകുന്നു. 2-ാമത്തെ പരിശുദ്ധ ഭക്തി സേവനം അത് എല്ലാ മംഗളങ്ങളുടെയും തുടക്കമാണ്. 3-ാമത്തെ അത് ഒരാളെ സ്വയം അതീന്ദ്രിയ ആനന്ദത്തിൽ എത്തിക്കുന്നു. പരിശുദ്ധമായ ഭക്തി സേവനം വളരെ വിരളമായി മാത്രം ലഭിക്കുന്നതാണ്. ശുദ്ധമായ ഭക്തി സേവനത്തിൽ നിരതരായിരിക്കുന്നവർ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ ഭക്തി സേവനം മാത്രമാണ് കൃഷ്ണനെ ആകർഷിക്കുവാനുള്ള മാർഗം. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ഈ ഭഗവത് ഭക്തിയുത സേവനത്തിനെ പറ്റി പറയുന്നുണ്ട്. ഭഗവത് സേവനത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ സ്വരൂപം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ജീവാത്മാക്കളുടെ സ്വരൂപം മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ജീവാത്മാക്കളുടെ സ്വരൂപം? ഭഗവത് ഭക്തിയുത സേവനം തന്നെയാണ് ജീവാത്മാക്കളുടെ സ്വരൂപം. അപ്പൊ അത് ഭഗവത് ഭക്തിയുത സേവനം എങ്ങനെ പ്രായോഗത്തിലാക്കുക എന്നുള്ള പരിപാടിയാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലും നമ്മുടെ ഭഗവത്ഗീത നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നു. അതുപോലെ നമ്മുടെ ഗുരുക്കൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനുമായി ബന്ധപ്പെടുക, ഭഗവാനുമായുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഭഗവത് ബന്ധം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അങ്ങനെ ബന്ധം ഉണ്ടാക്കിയതിനു ശേഷം ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെപ്പറ്റി നമുക്കെന്നും മനസ്സിലാക്കാനുള്ള ഗ്രന്ഥങ്ങളാണ് ഭാഗവതം, ഭഗവത്ഗീത. ഇതൊക്കെ ഇതിനെപ്പറ്റിയാണ് ഭാവാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ഭാവാർത്ഥത്തിൽ മറ്റ് ഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ടും അങ്ങോട്ടുള്ള ആ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തെ പറ്റി ഇത്ര എനിക്ക് പറയാനുള്ളത്. പ്രഭുജി, ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജോഹോ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഒരു കോൾ ഇപ്പൊ വരും പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പൊ വരും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ദയവായി ചെയ്യുക. കഥാന്ത് പ്രഭു ഇപ്പൊ ജോയിൻ ചെയ്യും. ഹരേ കൃഷ്ണ. നിന്നെ കേൾക്കുന്ന ഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞാന് പ്രായത്തില് കുറെ ആയെങ്കിലും
വാർദ്ധക്യ ദശയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മുടെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലായിട്ട് വളരെ ശിശു തന്നെയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി വിശദീകരിക്കാനുള്ള ഒന്നാമത് ഓർമ്മ കുറവുണ്ട് കുറച്ചൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്നെങ്കിലും എല്ലാം ഒന്നും വിശദീകരിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ നമ്മുടെ ഇങ്ങനെയുള്ള പുണ്യ ഗ്രന്ഥങ്ങൾ, അതായത് ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ അതിൻ്റെ ശബ്ദം, അത് വായിക്കുന്ന ശബ്ദം കേട്ടാൽ തന്നെ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി നമ്മുടെ ഭാഗവത മാഹാത്മ്യത്തിന്റെ ഒരു കഥയിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി ഭക്തിദേവി യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ഥലം എന്ന് പറയുന്നത്, യഥാർത്ഥ സ്ഥലം വൈകുണ്ഠങ്ങളാണ് അവർ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഭൂമിയെ പറ്റി ഒന്ന് ചുറ്റിക്കറങ്ങി കാണണമെന്നുള്ള ഒരു മോഹം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഭൂമിയിൽ അവർ ഇറങ്ങി വന്നിട്ട് നാടുകളിലൊക്കെ കറങ്ങി. അപ്പോഴ് എന്തായാലും നമ്മുടെ ഈ കലിയുഗത്തിന്റെ വരവോടുകൂടി ആ ഭക്തിക്ക് ക്ഷീണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും വയസ്സനായി പോകുന്നുണ്ട്. ആ വയസ്സരായി പോയതിനു ശേഷം അവർക്ക് വളരെ ബദ്ധപ്പാടും വിഷമങ്ങളും ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കലിയുഗത്തിൽ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ജനങ്ങള് ശരിയാവണം. മുൻപ് യുഗങ്ങളിൽ, കഴിഞ്ഞ യുഗങ്ങളിൽ, ദ്വാപര യുഗങ്ങളിലും ത്രേതായുഗത്തിലും അങ്ങനെയുള്ള യുഗങ്ങളിൽ ചെയ്തിരുന്ന മാതിരി ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നതിന്റെ കാരണത്താൽ ഈ ഭക്തിക്കും വൈരാഗ്യത്തിനും ജ്ഞാനത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വൈരാഗ്യവും എന്നിട്ട് എന്തായാലും ഏത് വിധത്തെയോ അവര് വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ വൃന്ദാവനത്തിൽ എത്തിച്ചേരുമ്പോൾ ഭക്തി ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു യുവതരുണിയായിട്ട് മാറുന്നു. അതേസമയത്ത് നമ്മുടെ ജ്ഞാനവൈരാഗ്യങ്ങൾ വയസ്സന്മാരായിട്ട് അവിടെ ഇതുവരെ അവർക്ക് യാതൊരു മാറ്റവും പറ്റുന്നില്ല. ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായി പോകുന്നു. അതിൽ ഭക്തിക്ക് വളരെ വിഷമം ഉണ്ടാകുന്നു. കാരണം ഒരു അമ്മ ചെറുപ്പക്കാരിയും അല്ലെങ്കിൽ യുവതിയും അതുപോലെ തന്നെ മക്കള് വൃദ്ധന്മാരുമായിരിക്കുന്നത് കൊണ്ട് അവർക്ക് വളരെ വിഷമം ഉണ്ടാകുന്നു. ആ വിഷമം തീർക്കാൻ വേണ്ടി അവരിങ്ങനെ അവിടെ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ നാരദ മഹർഷി അതുപോലെ ലോകം നമ്മുടെ പുണ്യമായ നമ്മുടെ ഈ ഭൂലോകം കാണണമെന്ന് വിചാരിച്ച് അദ്ദേഹവും ഭൂലോകത്തിൽ നിന്ന് നടക്കാനിറങ്ങി. ഭൂലോകത്തിൽ നടക്കാനിറങ്ങുമ്പോൾ അദ്ദേഹം ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കുന്നു. ഇവിടെ സത്യവും ധർമ്മവും നീതിയും ഒന്നുമില്ല. എല്ലാവരും പുണ്യകർമ്മങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധയുള്ളത്. അങ്ങനെ ഈ കഥ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഹരേ കൃഷ്ണ. ബാക്കി പറയണോ? ഹരേ കൃഷ്ണ. ദയവായി പറഞ്ഞാലും ബ്രോ, ദയവായി പറഞ്ഞാലും. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മളെ ഈ കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് നമ്മുടെ ഭൂമിയിലെ സകല വിവരങ്ങളും സകലമാന പ്രവൃത്തികളും ആധാർമികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാരണത്താൽ നമ്മുടെ നാരദന് വളരെ വിഷമം ഉണ്ടാകുന്നു. നാരദന് വിഷമം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം പിന്നെയും പുണ്യ തീർത്ഥങ്ങളൊക്കെ നടന്ന് കാണുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ പോയിട്ട് അദ്ദേഹം സമാധാനം കിട്ടുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഈ സത്യസന്ധതയില്ല, മറ്റുള്ളവരെ ചതിക്കണമെന്നുള്ള മോഹം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ നല്ല പ്രവർത്തികൾ, ധാർമ്മികത നഷ്ടപ്പെട്ടു, അധാർമികമായിട്ടാണ് നടക്കുന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ദുഃഖിച്ച് നടക്കുന്ന സമയത്ത് ഈ കുമാരന്മാർ 4 ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ട് ജനിച്ച 4 കുമാരന്മാർ എന്നും നിത്യ ബാലന്മാരായിട്ടുള്ള കുമാരന്മാർ കാണുന്നു. നാരദനെ കാണുകയും നാരദനെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് വിവരങ്ങൾ തിരക്കുന്നു. എന്താണ് നാരദ, ഇങ്ങനെ നീ ഇത്ര ഉയർന്ന ഒരു ഭക്തനായിട്ട് പോലും നിന്റെ മനസ്സിൽ ഇങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നല്ലോ. സാധാരണ ഭക്തന്മാർക്ക് ദുഃഖമോ സന്തോഷമോ ഒന്നും പ്രത്യേകിച്ച് അനുഭവപ്പെടാൻ പാടില്ല. നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ നമ്മുടെ ദുഃഖമാണോ സന്തോഷമാണോ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ നാരദനെ കണ്ടപ്പോൾ അവർക്ക് മുനികുമാരന്മാർക്ക്
സനകാദികൾക്ക് വളരെ വിഷമമുണ്ടാകുന്നു. അതുകൊണ്ട് നാരദനോട് തിരക്കുന്നു എന്താണ് പ്രശ്നമെന്ന്. അപ്പൊ അദ്ദേഹം ഒന്നും പ്രശ്നങ്ങൾ പറയുന്നില്ല. ഈ പ്രശ്നം ഇതാണ്, നമ്മുടെ ഭൂമിയിലുണ്ടായ മാറ്റങ്ങളെ പറ്റി അദ്ദേഹത്തിന് വിഷമമുണ്ടാകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിങ്ങനെ നടന്നിട്ട് മുനികുമാരന്മാർ എന്തിനെന്ന് വെച്ചാൽ അവിടെ ഒരു ഭാഗവത പാരായണം നടത്തണം. അങ്ങനെ ഭൂമിയിൽ ഒരു പ്രധാന സ്ഥലത്ത് വെച്ച് ഭാഗവത പാരായണം നടത്താനുള്ള കാര്യങ്ങള് ബദരി വനത്തിലാണ് ഭാഗവതം നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞു പോയി. ഈ നാരദൻ പിന്നെയും ചുറ്റിക്കറങ്ങി നടക്കുമ്പോ ഈ വേറെ ഭക്തിയും അതുപോലെ വൈരാഗ്യവും ജ്ഞാനത്തിനെയും കണ്ടുമുട്ടുന്നു അവിടെ ആ സ്ഥലത്ത് കിടക്കുന്നത്. അപ്പൊ അവരുടെ ആ വിഷമസ്ഥിതി നാരദൻ കാണുന്നു. ഇതെന്താണെന്ന് അദ്ദേഹം തിരക്കുന്നു. ഭക്തിദേവിയോടെ തിരക്കിട്ട് ഭക്തിദേവി പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്താ ഇതിനെ മാറ്റാൻ ഞാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളും അതുപോലെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ യാതൊരു നിവൃത്തിയില്ല. ഞാൻ എന്തായാലും ചെറുപ്പമായി വൃന്ദാവനത്തിൽ ഞാൻ എത്തിയ കാരണത്താൽ അത് അന്നേരം എനിക്ക് ഈ മാറ്റം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഇപ്പൊ ഭക്തി ശരിക്കും മനുഷ്യർ ഭക്തിമാർഗം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റാരും അങ്ങനെ ഭക്തിമാർഗം സ്വീകരിച്ചിട്ടോ. പക്ഷെ ഇത് കേട്ട് നാരദന് വിഷമം തോന്നി. നാരദൻ ഈ ജ്ഞാനവൈരാഗ്യങ്ങള്, അതായത് ആ സുഖമില്ലാതെ കിടക്കുന്ന, സുഖമില്ലാതല്ല തളർന്നു കിടക്കുക, നരയും ക്ഷീണവും ഉണ്ടായിട്ട്, അതായത് വയസ്സായി, ചെറുപ്പക്കാരാണെങ്കിലും വയസ്സായി അവർ രണ്ടും. അപ്പൊ അവർക്ക് അവരുടെ ചെവിയിൽ, അതായത് അവരുടെ കർണത്തിൽ നാരദ മഹർഷി വേദങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പുരാണങ്ങളും എല്ലാ കാര്യങ്ങളും ഓതിക്കൊണ്ട് എഴുന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും അവർക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ക്ഷീണം മാറുന്നില്ല. പക്ഷെ അവർ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് എന്താണ്. അപ്പം നാരദന് വളരെ വിഷമം തോന്നി. എൻ്റെ ഈ പ്രവൃത്തിയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്താണ് ഇങ്ങനെ സംഭവിച്ചു പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സനകാദികളുടെ അടുത്ത് പോയി സനകാദികളുമായിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ പോയി ചെന്നു. അപ്പൊ അവരോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭക്തി ദേവിയോടും ജ്ഞാനവൈരാഗ്യത്തിനോടും പറഞ്ഞിട്ട് പോകുന്നു, നിങ്ങളിവിടെ വിശ്രമിക്കൂ, ഞാൻ പോയി ഒന്ന് എല്ലാവരെയും ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ഇതെന്താണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഈ മറ്റ് നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളെ പറ്റിയും പുരാണങ്ങളെ പറ്റി മറ്റ് ഉപദേശികളെ മറ്റും എല്ലാം പറഞ്ഞിട്ടും ഇതൊന്നും ഒരു മാറ്റവും നിങ്ങൾക്കുണ്ടാകുന്നില്ലല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം സനകാദികളുടെ അടുത്ത് പോകുന്നുണ്ട്. സനകാദികളുടെ അടുത്ത് പോകുമ്പോ അവര് പറയുന്നു, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എന്താണ് പ്രശ്നം. അതേപോലെ ഭഗവാൻ നമ്മുടെ ഭക്തിക്കും അതുപോലെ അവർക്ക് ഭഗവതി ജ്ഞാനവൈരാഗ്യങ്ങൾക്കും ഉണ്ടായ ഗ്രഹപ്പിഴകൾ, അതിൽ മാറ്റങ്ങളൊക്കെ ഈ കലിയുഗത്തിന്റെ കാര്യം കൊണ്ടാണ് ഇതുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ സ്വഭാവം മാറിയതിലുമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നമുക്ക് ഞാൻ ഈ ഭഗവത്ഗീത സത്രം നടത്തുകയാണ്. ഭഗവത്ഗീത അല്ല ഭാഗവതം, ശ്രീമദ് ഭാഗവതം ആണ് ശുകദേവമുനിയിൽ നിന്നും ഭാഗവതം, അതായത് സനകാദികൾ ഭാഗവതം അവിടെ വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ ഭാഗവതം അതിനകത്ത് എല്ലാ മഹർഷിമാരും, നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മഹർഷിമാരും, എല്ലാ മുനിമാരും, അതുപോലെ തന്നെ നദികളുടെ ദേവന്മാര്, പർവ്വതങ്ങളുടെ ദേവന്മാര് എന്ന് വേണ്ട ഭൂലോകത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അവിടെ ഒത്തുകൂടുകയും സനകാദികൾ ഈ കഥ പറയുകയും ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ ഈ ശ്രേഷ്ഠമായ കഥകൾ, ഭഗവാന്റെ ഭഗവാന്റെ ലീലകളൊക്കെ തന്നെ ഈ ഭാഗവതം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങളാണ് കൂടുതലും ഭാഗവതത്തിൽ പറയുന്നത്. മറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ ഭാഗവതം ഉണ്ടായി, ഭാഗവതത്തിന്റെ രചയിതാവായ വ്യാസദേവൻ ഉണ്ടായ വിഷമങ്ങളും നാരദൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവത് കഥ മാത്രം ഇതിനകത്ത് ഉദ്ധരിച്ചുകൊണ്ട് അത് അവിടെ
ഉണ്ടാക്കിയതാണ്. പക്ഷെ സനകാദികൾക്കും നേരത്തെ അറിയാം ഭാഗവതത്തെ പറ്റി. സനകാദികള് അപ്പൊ ഭാഗവതത്തെ പറ്റി അവിടെ പ്രഭാഷണം ചെയ്യുന്നു. ഈ പ്രഭാഷണം അവിടെ സുഖമില്ലാതെ കിടന്നുകൊണ്ടിരുന്ന അവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത കാരണത്താൽ എല്ലാവരും വന്നുകൂടി എല്ലാം കഴിഞ്ഞ സമയത്ത് ഈ ഭക്തി ദേവിയും അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനവും വൈരാഗ്യവും അതികോമള സുന്ദരന്മാരായി ആ 3 വ്യക്തികൾ, അമ്മയും മക്കളും എല്ലാവരും കൂടെ അവിടെ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് നാരദൻ കാണുകയും ഇവരോട് പറയുകയും ചെയ്യുന്നു, ഇങ്ങനെ നിങ്ങൾ ഇത്ര ശരിയാവാൻ കാര്യം ഈ ഭാഗവതത്തിന്റെ ശ്ലോകങ്ങളിലൂടെ ചൊല്ലിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗവതം നമ്മൾ ഏവർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ഭഗവാന്റെ ലീലകളെ പറ്റി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ അതിനകത്ത് സ്വാദ് പതേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് എത്ര നാള് കേട്ടാലും ശരി ഈ ഭാഗവത കഥകള്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതിന് പോയി, നമ്മുടെ ഒരു ഭാഗവത സത്രത്തില്. അപ്പൊ അവിടെ കഥ പറയുന്നത്, അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കഥ പ്രഹ്ലാദന്റെ ചരിത്രം. അപ്പൊ അത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് കഥകള്. ഈ കഥകള് നരസിംഹമൂർത്തിയുടെ അവതരണം, നരസിംഹമൂർത്തി എന്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള കഥകൾ. അത് ഒരു കഥ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എത്ര വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഭാഗവതത്തിലും ഭഗവത്ഗീത ഇതുപോലെ നടക്കുന്ന ഭാഗവത സത്രങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എത്ര കേട്ടാലും പിന്നെയും അത് കേൾക്കണം എന്നുള്ള ഒരു വിചാരമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്. അപ്പൊ ആ 85 വയസ്സിന്റെ ഇടയ്ക്ക് ഒരു 10-100 പ്രാവശ്യമെങ്കിലും ഈ കഥകള്, ഭാഗവത കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എത്ര കേട്ടാലും പിന്നെയും അതൊരു പുതിയ കഥകളാണെന്ന് നമുക്ക് തോന്നി. അതുപോലെ കൃഷ്ണന്റെ ലീലകള്, യശോദാമ്മയുടെ അടുത്ത് കൃഷ്ണൻ കാണിച്ചിട്ടുള്ള ലീലകള്, അതുപോലെ കൃഷ്ണന്റെ യുദ്ധ കാര്യങ്ങള്, ഹിരണ്യാക്ഷനെ വധിക്കുന്ന കാര്യങ്ങൾ, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ അതീന്ദ്രിയ ലീലകളായിട്ടുള്ള ഈ കഥകൾ എത്ര പ്രാവശ്യം നമ്മൾ കേട്ടാലും ശരി നമുക്കൊരിക്കലും തൃപ്തി വരുന്നില്ല. അന്ന് 10 വയസ്സിൽ കേട്ട മാതിരി ഇപ്പോഴും ആകാംക്ഷയോടെ തന്നെ ഈ 80-ാം വയസ്സിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഭാഗവതത്തിന്റെയും ഭഗവത്ഗീതയുടെയും അതുപോലെ രാമായണ കഥ തന്നെ ത്രേതായുഗത്തിൽ നടന്ന കഥയാണ്. ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അത് ഇന്നലെ കേട്ട മാതിരി തോന്നും. ഇപ്പൊ കേൾക്കുന്ന പുതിയ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കും തോറും പുതിയ വിവരങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഭാഗവത കഥയായാലും പുതിയ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ കഥകൾ കേൾക്കുന്ന മാതിരി തന്നെയാണ് പഴയ കഥകൾ. ഈ 5000 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കഥയായാലും ശരി, ഇന്നും നല്ല വൃത്തിയായിട്ട് തന്നെ അത് നമുക്ക് കേൾക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നു. അതേസമയത്ത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കഥകളാണെങ്കിൽ നമുക്ക് യാതൊരു ആഗ്രഹം ഉണ്ടാകാത്ത 1-2 പ്രാവശ്യം. വലിയ സിനിമ തന്നെ എത്ര പ്രാവശ്യം കാണും ഒരു മനുഷ്യൻ? 1-2 പ്രാവശ്യം കാണും. അത് കഴിഞ്ഞവർക്ക് താല്പര്യം ഉണ്ടാകും. അതേസമയത്ത് ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ അവതാരങ്ങൾ, 23 അവതാരങ്ങൾ ഉണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ 23 അവതാര കഥകളും എത്ര പ്രാവശ്യം നമ്മൾ കേട്ടാലും നമുക്ക് അതിന് ഒരു മടുപ്പുണ്ടാകുന്നില്ല. അതുപോലെ ഇങ്ങനെ എല്ലാ ഭഗവാന്റെ ഈ ചരിത്രങ്ങളാണെന്നാണ് പറയുന്നത്. ചരിത്രങ്ങൾ, ഗതകാല യുഗങ്ങളിലെ ചരിത്രങ്ങളാണ് ഭഗവാന്റെ ഈ പുസ്തകത്തിലുള്ള ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഉള്ളതെന്ന് പറയുന്നു. അതുപോലെ രാമായണത്തിലും എത്രയോ യുഗങ്ങൾ, 5000 വർഷമായി കലിയുഗം തുടങ്ങിയിട്ട് അതിന് മുമ്പ് നടന്ന കഥയാണ് ത്രേതായുഗത്തിൽ നടന്ന കഥ. അത് ഇന്നും നമുക്ക് പുത്തന്മാതിരി തന്നെ അനുഭവപ്പെടുന്നു. അതിന്റെ ആശയങ്ങൾ സമകാലികമായി തന്നെ അത് വന്നുകൊണ്ടേയിരിക്കുന്നു. അതേസമയത്ത് സാധാരണ പുസ്തകങ്ങളാണെങ്കിൽ അത് ഒരു ആളിന്റെ നേതൃത്വത്തിൽ ഒരു കഥ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ തത്വസംഹിത പ്രചരിക്കുന്നു, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോന്നു. ഇതങ്ങനെയല്ല. ഭഗവാന്റെ കഥകൾ എന്നും എപ്പോഴും നവങ്ങളായി തന്നെ പുതിയതായി തന്നെ ഇരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇത്രയൊക്കെ പറയാനുള്ള പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഗുരുവായൂർ ഭാഗവത മഹാത്മ്യത്തിൽ പ്രഭു പറഞ്ഞ കഥ നന്നായിട്ട് പറയുന്നുണ്ട്. അത് ഒരിക്കൽ കൂടെ കേട്ടതിൽ വളരെ സന്തോഷം. വളരെ ലളിതമായി ഭക്തിയോടെ പ്രഭു
കാര്യങ്ങൾ അവതരിപ്പിച്ചു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ കഥ വളരെ ചുരുക്കിയാ പറഞ്ഞു, അത് ഒത്തിരി പറയാനുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. പിന്നെ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ക്ലാസ്, ഇപ്പൊ എനിക്കൊരു അനുഗ്രഹം കിട്ടിയമാതിരി പ്രഭുജി, നമ്മുടെ കഥാവിന്റെ പ്രഭുജി പറഞ്ഞു ഒരു ക്ലാസ് എടുക്കാൻ. എനിക്കിതിനെപ്പറ്റി ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെ എന്തായാലും ഒരു അവസരം പ്രഭുജി തന്ന കാരണത്താൽ വളരെ സന്തോഷമുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം പ്രഭുജി, വളരെ നന്നായിരുന്നു പ്രഭു. ചുരുക്കി കളഞ്ഞു എന്ന് പറഞ്ഞതിലാണ് സങ്കടം. പ്രഭു വിസ്തരിച്ച് പറയണം. അതിന് പ്രഭുവിന് ഒരുപാട് സമയം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സും ഇടയ്ക്കിടയ്ക്ക് പ്രഭുവിനെ നമ്മൾ ക്ഷണിക്കും. പ്രഭു ദയവായി ക്ലാസ് വിസ്തരിച്ച് തന്നെ പറയണം പ്രഭു. നന്നായിരുന്നു, വളരെ നല്ല ക്ലാസ്. വളരെ സന്തോഷം പ്രഭു. മറ്റുള്ള ഭക്തന്മാരെ അറിയാൻ വേണ്ടി പറയുകയാണ്. പ്രഭു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വൈഷ്ണവനാണ്. പ്രായം കൊണ്ട് പറയുകയാണെങ്കിൽ ശരിക്കും പ്രഭുവിന് 85 വയസ്സായി അല്ലേ പ്രഭു? എത്ര വയസ്സായി? അതെ പ്രഭു, 85 കഴിഞ്ഞു. 85 വയസ്സുള്ള ഒരു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വൈഷ്ണവനാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ 85 വയസ്സായ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് കേൾക്കാൻ പറ്റും എന്നുള്ളത് അത്ഭുതമല്ലേ? ഇതാണ് കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കൃഷ്ണ കോൺഷ്യസ്നെസ്സില് നമ്മൾ വയസ്സാവും തോറും പ്രായം കുറഞ്ഞു വരും എന്നുള്ളതിന് തെളിവാണ് ഹിസ് ഗ്രേസ് രാമചന്ദ്ര പ്രഭു. രാമചന്ദ്ര പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭു വളരെ സീനിയർ ആണെങ്കിലും വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. പ്രായം കൂടുന്തോറും ഹമ്പിൾനെസ് കൂടി വരുന്ന വളരെ ചുരുക്കം വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട രാമചന്ദ്ര പ്രഭു. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രാമചന്ദ്ര പ്രഭു തുടക്കത്തില് ഭക്തിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്തിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ശേഷകാരൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹിസ് ഗ്രേസ് നമ്മുടെ സ്വയം സമ്പൂർണ്ണ പ്രഭുവാണ്. പ്രഭുവിനെ ഭക്തിയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ പ്രഭു സാധാരണ വയസ്സായ ആൾക്കാര് ഇതുപോലത്തെ കാര്യങ്ങളില് ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാർ പറയുന്നത് കേൾക്കുക പോലും ചെയ്യാൻ തയ്യാറാവത്തില്ല. എന്നാല് വളരെ വിനയത്തോടുകൂടി രാമചന്ദ്ര പ്രഭു ഭക്തി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അദ്ദേഹം വളരെ ഡൗട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്ത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ പ്രഭു അതിശക്തമായി ഭക്തിയിൽ ഇറങ്ങി വരികയാണ് ചെയ്തത്. വളരെ ഹമ്പിളും സിമ്പിളുമായി പ്രഭു ഭക്തി വളരെ സീരിയസ് ആയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. അങ്ങനെ അദ്ദേഹം ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും വളരെ അദ്ദേഹം താമസിക്കുന്നത് ഇവിടെയാണ്, കൊല്ലത്ത് അടൂരിനടുത്താണ് താമസം. നൂറനാട് പ്രഭു. നൂറനാട്. അപ്പൊ ആ ഏരിയയില് തിരുവനന്തപുരത്ത് പോലത്തെ സത്സംഗമോ ഭക്തജനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരിക്കലും അദ്ദേഹം ഭക്തി കൈവിടാൻ തയ്യാറായില്ല. അദ്ദേഹം സ്കൈപ്പ് എന്നുള്ളൊരു പണ്ട് ഇപ്പൊ സൂം ഉള്ളത് പോലെ പണ്ട് സ്കൈപ്പ് എന്നുള്ളൊരു പ്രോഗ്രാം, അത് ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് ശബ്ദം മാത്രം കേൾക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ റെഗുലർ ആയിട്ടുള്ള സ്കൈപ്പ് പ്രോഗ്രാമിലൂടെ പ്രഭു സത്സംഗം എടുക്കുകയും വളരെ സീരിയസ് ആയിട്ട് വളരെ ഒറ്റയ്ക്കിരുന്ന് ആത്മാർത്ഥമായി ഭക്തി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും ഭക്തി കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനോട് സഹകരിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷനിൽ ആർക്കും ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല. വളരെ ശക്തമായി ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചുറക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ജൈത്രയാത്ര ഭക്തിയിൽ അതിശക്തമായി ഈ വയസ്സിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ എതിർപ്പ് പോലും മറികടന്ന് ഞാൻ കൃഷ്ണഭക്തനാകും എന്ന് തീരുമാനിച്ച് പ്രഭു വളരെ എഫോർട്ട് ഇട്ടാണ് ഭക്തിയില് ഈ 85ാമത്തെ വയസ്സിൽ നന്നായി ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രഭു ഒറ്റയ്ക്ക് ഇരുന്നിട്ടും വയസ്സ് കൂടുതലായിട്ടും നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ മകുട ഉദാഹരണമാണ് പ്രിയപ്പെട്ട രാമചന്ദ്ര പ്രഭു. അതേപോലെ ഈ 85ാമത്തെ വയസ്സിലും കൃഷ്ണ കോൺഷ്യസ്നസ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ കൃഷ്ണൻ ഉണ്ടാകാൻ കഴിയും എന്ന് പ്രഭു സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, 85ാമത്തെ വയസ്സിൽ ആർക്കെങ്കിലും ഇത്ര മനോഹരമായി സംസാരിക്കാൻ പറ്റുമോ? അതും കൃഷ്ണനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ ക്ലാസ് കേട്ട ഓരോ ഭക്തന്മാരും ഭാഗ്യവാന്മാരാണ്. കാരണം 85ാമത്തെ വയസ്സുള്ള ഒരു വ്യക്തി കൃഷ്ണനെ കുറിച്ച് എന്ത് മനോഹരമായി ഉള്ളിൽ നിന്നും സംസാരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു, കേൾക്കാൻ കഴിഞ്ഞു. വളരെ നന്ദി പ്രഭു. ഇനിയും ഒരുപാട് ക്ലാസ് പ്രഭുവിനെ നമ്മൾ ആത്മാർത്ഥമായി ഷെഡ്യൂൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദയവായി മുന്നോട്ട് വന്നാലും പ്രഭു. നിറഞ്ഞ സന്തോഷം. വളരെ നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിരുന്നു പ്രഭു. വളരെ പ്രണാം ബ്രോ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രണാം ബ്രോ. ഹരി ബോൾ. പ്രഭു തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് പ്രഭു എല്ലാവർക്കും. ഞങ്ങൾ സ്ട്രെസ് ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ വീട്ടിൽ അങ്ങനെ പ്രഭു പറഞ്ഞ മാതിരി വീട്ടിലൊന്നും ആർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും സഹകരണമായിരുന്നു പ്രഭു. പിന്നെ സത്സംഗത്തിന് ഇവിടെ ആളില്ല പ്രഭു. നമ്മുടെ ഏരിയ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഹരേ കൃഷ്ണ വെച്ചോ. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവർക്കും നന്ദി, കേട്ടതിനും സഹിച്ചതിനും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ ബ്രോ. പ്രണാം ബ്രോ. താങ്ക് യു. മറ്റു ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരി പ്രഭുജി. അപ്പൊ വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ക്ലാസ് അവസാനിപ്പിക്കാം. പ്രഭു മുന്നോട്ട് വരണം. ഇനി ഒരുപാട് ക്ലാസ് പ്രഭു ഇത് എടുക്കണമെന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രഭു. പ്ലീസ്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പ്രഭു. പക്ഷെ കഴിവില്ലെങ്കിലും നമ്മൾ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ശ്രമമാണ് ഏറ്റവും നല്ലത് പ്രഭു. നല്ല ക്ലാസ്, നല്ല സുന്ദരമാണ്. സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പണ്ട് കേട്ടായിരുന്നോ? ഹരേ കൃഷ്ണ. ഞാൻ എൻഡ് ചെയ്തോട്ടെ പ്രഭു. എൻഡ് ചെയ്തോട്ടെ. ശരി പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാം രാം രാം.